Abhilash, good morning. Good morning, Abhilash. Good morning, Roshni Vengi. നമ്മുടെ രാജ്യാതിർത്തിയിൽ ഇങ്ങനെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ വടക്കൻ കേരളത്തിൽ നിന്നും ചെറിയ ആശങ്കയുള്ള ഒരു വാർത്ത വന്നത്. അതിലെന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിപ്പ, ഈ മലപ്പുറത്ത് നിപ്പയിൽ നേരിയ ആശ്വാസമുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സമ്പർക്ക പട്ടികയിലെ 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയിട്ടുണ്ടല്ലേ. എന്നാൽ ഈ ചികിത്സയിലുള്ള വളാഞ്ചേരി സ്വദേശി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും 8 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇതോടെ 25 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ 37 പേരുടെ, അതായത് നേരിട്ട് സമ്പർക്കമുള്ള 37 പേരെ കൂടി ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി 94 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 53 പേർ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. പ്രധാനമായും ഇപ്പോൾ രോഗം ബാധിച്ചിരിക്കുന്ന യുവതിയെ സംബന്ധിച്ച്, കാരണം അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 2 തവണ ആൻറ്റിബോഡി, ഒരു തവണ ആൻറ്റിബോഡി ശനിയാഴ്ച നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് ഒരിക്കൽ കൂടി ആൻറ്റിബോഡി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ 6 പേർ ഈ രോഗ സമാനമായ സാഹചര്യത്തിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ 2 പേരുടെ നില ഗുരുതരമായ ICUവിലുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും ഇപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് രോഗം വ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഉറവിടം ഏതാണ്, നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഉറവിടത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം വർഷങ്ങളായി ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഇത്തരത്തിൽ നിപ്പ രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള കാര്യം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ പരിശോധനാ ഫലം കാത്തു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങളുണ്ടോ എന്ന കാര്യത്തിലും പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. നിർവഹിച്ചു. യെസ്, അഭിലാഷ്, കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പ്രവചനങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ ഈ വിലങ്ങാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അതൊരു തിരിച്ചടിയാകുമല്ലേ അഭിലാഷ്? ഈ പാലം നിർമ്മാണം നമുക്കറിയാം, അന്ന് ഒലിച്ചു പോയതാണെല്ലാം. ഇപ്പോൾ അത് പാലത്തിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാകാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രദേശം ഒറ്റപ്പെടുമെന്നൊരു ആശങ്ക അവിടെയുള്ളവർക്കുണ്ടല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവനന്തപുരം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 27-ാം തീയതിയോട് കൂടി തന്നെ കാലവർഷം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ 4 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ കാലവർഷം എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വിലങ്ങാട് അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ള പ്രശ്നം ഉയർന്നു വരുന്നത്. കാരണം അവിടെ നദിയിലെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ നീക്കാനുള്ള നടപടികളൊക്കെ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് അഡീഷണലായിട്ട് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും മറ്റ് നടപടികൾ ഇപ്പോഴും എസ്റ്റിമേറ്റിൽ ഒതുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം റോഡുകൾ, അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡുകളുടെയൊക്കെ നിർമ്മാണം ഇപ്പോഴും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിലും പുഴയിൽ വെള്ളം ഉയരുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മഞ്ഞച്ചുഴി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നത് ദുഷ്കരമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് പ്രധാനപ്പെട്ട പ്രതിസന്ധി തന്നെയാണ്. അതേസമയത്ത് ഇത് സംബന്ധിച്ച് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ സർക്കാർ ധനസഹായം നേരത്തെ തന്നെ വയനാട് മോഡൽ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അത് നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മേഖലയിൽ ഈ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പ്രധാനപ്പെട്ടതായി ഉയർന്നു വരുന്നത്. ഇതിനെന്ത് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. കാരണം 10-15 ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ടൗൺ ബ്രിഡ്ജ്, അതോടൊപ്പം തന്നെ മഞ്ഞച്ചുഴി ബ്രിഡ്ജ്, ഇതിനൊക്കെ ഏതാണ്ട് 13 കോടി രൂപ വേണ്ടിവരുമെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ ഫണ്ട് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നു എന്നുള്ളതും ഇപ്പോൾ അവിടുന്ന് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരുന്നത്. AK അഭിലാഷാണ് വടക്കൻ കേരളത്തിലെ ഒരുപാട് വാർത്തകൾ വിശദീകരിച്ചത്.